ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. സോ ഇത് നമ്മളെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ഞാനിതിനു മുമ്പ് പലങ്കെ പോയിട്ടുണ്ട്, ലിത്വാനിയയിൽ തന്നെയുള്ള വിൽനിയസിൽ. പക്ഷെ അത് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ ആദ്യമായിട്ട് കറങ്ങാൻ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് എൻ്റെ വിൽനിയസിലോട്ട്. ലിത്വാനിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിൽനിയസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്ലിക്സ് ബസ് എന്ന് പറയുന്ന ബസ്സാണ് ബുക്ക് ചെയ്തത്, ഇൻ്റർനാഷണൽ ബസ്സാണ്. ഇപ്പം സമയം 6:30, 7:30ക്കാണ് ബസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ വഴിയൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ബസ് സ്റ്റേഷന് പ്ലാറ്റ്ഫോം 7 എന്നാണ് പറയുന്നത്. അതായത് ഇത് പോളണ്ടിലോട്ട് പോകുന്ന ബസ്സാണ്. അപ്പോൾ പോളണ്ടിൽ വിൽനിയസ് വഴി, ലിത്വാനിയ വഴി പോളണ്ടിലോട്ട് പോകുന്ന ബസ്സാണ്. സോ ഐ തിങ്ക് ബസ് വന്ന് കിടപ്പുണ്ട്. എന്തായാലും അടുത്ത ബസ് ബോർഡ് ചെയ്തിട്ട് കാണിക്കാം ബാക്കി. സോ ഗൈസ്, അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി. ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റാണ് സംഭവം. ഡ്രൈവർ ഇവിടെ ഇരിക്കുന്ന സ്ഥലം. പിന്നെ അജീം ഇവിടെ ഉണ്ട്, ജാക്കറ്റ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒരു 4 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ എന്തായാലും ഈ ബസ്സിന് ചിലവായത് നമുക്ക് ഇന്നിപ്പം ലീവ് ദിവസം ആയതുകൊണ്ട് 17 യൂറോണ് പെർ ഹെഡ് ആയത്, വൺ സൈഡ് ആയത് നമുക്ക്. വൺ സൈഡ്. അപ്പോൾ നോർമലി ഇത് ഭയങ്കര വില കുറവിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇതിപ്പം എന്തായാലും ഇപ്പം ഈസ്റ്റർ ഹോളിഡേയും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സ്ഥലം വിസിറ്റ് ചെയ്യാൻ കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നത്, ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും പരിപാടി നടന്നല്ലോ. സോ ഇനി അവിടെ എത്തിയിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തി, വിൽനിയസിലെത്തിയിട്ടുണ്ട്. ബാക്കിൽ ഇതാ ബസ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. സംഭവിച്ച് നമ്മൾ 1 മണിക്കൂർ ലേറ്റായി. കാരണം ബോർഡർ പോലീസ് പിടിച്ച് വെച്ച് നമ്മളെ ബസ്സിലുള്ള 2 അമ്മമാരെ, ഒരു ആഫ്രിക്കക്കാരനും വേറെ ഏതൊരു വൈറ്റ് ആയിട്ടുള്ളൊരു പുള്ളിയും പിടിച്ചു കൊണ്ടുപോയി. സംഭവം എന്താണെന്നറിയില്ല. അതിനു വേണ്ടി നമ്മളവിടെ 1 മണിക്കൂറിന് മുകളിൽ അവിടെ പിടിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ലേറ്റാണ്. 12:30 കഴിഞ്ഞ്, നമ്മൾ 11:30 കഴിഞ്ഞ ആ ടൈമിൽ എത്തേണ്ടതാണ് ഇവിടെ. പക്ഷേ എന്താണെന്നറിയില്ല, ലേറ്റായിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും ഇപ്പം ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഞാനുണ്ട്, അതുപോലെ തന്നെ അജീമുണ്ട്. അജീം റോമിംഗ് പാക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ആദ്യം എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ബസ്സിൽ പോകാൻ പറ്റില്ല. ബസ്സിൻ്റെ വാഷ്റൂം എന്തോ വർക്കിംഗ് ആണോ എന്തോ. വേറെ എൻ്റെ പുറകിലൊരു മറാത്തി അങ്ങോട്ട് ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി പോയിട്ട് എന്തോ ചോദിച്ചപ്പോൾ നോ എന്തോ പറഞ്ഞ സംഭവം. അപ്പോൾ ഈ വർക്കിംഗ് അല്ല. ഞാൻ പിന്നെ പോയി നോക്കിയില്ല. പിന്നെ അവിടെ തന്നെ ഇരുന്ന് ബസ്സിൽ ഇച്ചിരി നേരം ഞാൻ ഉറങ്ങി. ഒരു 2 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങി. ഞാൻ പിടിച്ചു വെച്ച് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ പിന്നെ അത് കുറച്ചൊക്കെ ആവിയായി പോയെന്ന് പറയാം. സോ ഇവിടെ എവിടെയെങ്കിലും ഒരു വാഷ്റൂം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഫ്രണ്ടിൽ ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷന്. സംഭവം കണ്ടിട്ട് എനിക്കൊരു കർണാടകയിലുള്ള ഒരു ഉൾഗ്രാമങ്ങളിലുള്ള ഒരു ബസ് സ്റ്റേഷൻ പോലെ. ഞാൻ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലത്തെ ഒരു ബസ് സ്റ്റേഷൻ ഞാൻ കണ്ടൊരു ഓർമ്മ. പക്ഷേ ഇത്തരമല്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ വരുന്ന ഒരു ബസ് സ്റ്റേഷൻ കണ്ടതായിട്ടൊരു ഓർമ്മ. അതുപോലത്തെ ഒരു ഓർമ്മ എനിക്ക് ഇവിടെ വന്നപ്പോൾ വന്നത്. സോ എന്തായാലും നോക്കട്ടെ, വാഷ്റൂം നോക്കി അടുത്ത കാഴ്ചകളിലോട്ട് മുന്നോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്താണ് അടുത്ത ബസ് കയറാൻ നോക്കണം. ബസ് ടിക്കറ്റ് എടുക്കാനുള്ളൊരു വഴി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെയും കബാബ് ഉണ്ട്, കണ്ടോ, കബാബ് ഷോപ്പ്. ലാറ്റ്വിയയിൽ ഉണ്ട് കബാബ് ഷോപ്പുകൾ. ടർക്കിഷ് കബാബാണ്, നമ്മൾ നാട്ടിലെ കബാബല്ല, ടർക്കിഷ് കബാബ്. കാണുമ്പോൾ ഷവർമ പോലുള്ളൊരു ടൈപ്പ് സാധനമാണ്. അതിനകത്ത് ചുരുട്ടി വെച്ച് തരുന്നൊരു പരിപാടിയൊക്കെയാണ്. ഇതാണ് കൊള്ളാം. നമുക്ക് കൂടുതൽ ഇന്ത്യൻസ്, നമ്മുടെ നാട്ടിൽ ഞാനാദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കബാബ് ഷോപ്പിലാണ്. കൂടുതൽ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നതും കബാബ് ഷോപ്പിലാണ്. ഇന്ത്യൻസ് ഓൺ ചെയ്യുന്ന ഇതിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. സോ ഇതാണ് നമ്മൾ ബസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്ന ഒരു സംഭവം. ഇവിടെ വിൽനിയസ് എഴുതിയ ബസ്സുകളൊക്കെ ഉണ്ട്. ബസ് കയറണം. ബസ് കയറിയിട്ട് ആദ്യം നമ്മൾ ഓൾഡ് ടൗണിലോട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം 10-13 മിനിറ്റ് നടക്കാനാണുള്ളത് ഇവിടുന്ന് ഓൾഡ് ടൗണിലോട്ട്. സോ ഓൾഡ് ടൗണിലോട്ട് നടന്നു പോകുന്നതായിരിക്കുന്നത്. ചുമ്മാ ആദ്യം ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഒരു സിറ്റിയിൽ വരുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സിയാക്കുമ്പോൾ എനിക്ക് ഈ സിറ്റി കണ്ടിട്ട് കുറച്ചുകൂടി ബെറ്റർ, ലാറ്റ്വിയേക്കാളും ബെറ്റർ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒരു രസമുണ്ട് സംഭവം കാണാനൊക്കെ. മതിലിൻ്റെ മുകളിലൊരു അപ്പൂപ്പനൊക്കെ നിൽപ്പുണ്ട്. കൊള്ളാം. എന്തായാലും ഈ ഒരു ആർക്കിടെക്ചറും സംഭവമൊക്കെ കൊള്ളാം. എന്തായാലും
ലാറ്റ്വിയേക്കാളും കുറച്ചുകൂടെ ഒരു വൈബ്. നമ്മളെ നാട്ടിലൊക്കെ എവിടേക്കോ വന്ന പോലെ എനിക്ക്. അതായത് നാട്ടിലെ ചില സിറ്റീസൊക്കെ നമ്മുടെ തൃശ്ശൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അങ്ങനെ എന്തിൻ്റെയൊക്കെയോ എനിക്കൊരു ചെറിയൊരു ചായ അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ്. സോ നോക്കാം. നമ്മൾ നടന്ന് ഓൾഡ് ടൗണിലോട്ട് നടന്ന് പോവാണ്. ഈ ഗായ്സ്, ഈ സ്ഥലമൊക്കെ എനിക്ക് കാണുമ്പോൾ എവിടെയോ കണ്ട് മറന്ന സ്ഥലത്തിനൊക്കെ പോലെ തോന്നുന്നു. ഈ ആർക്കിടെക്ചറും സംഭവം, ആർക്കിടെക്ചറൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ തന്നെ ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ബാംഗ്ലൂരോ അങ്ങനെ തൃശ്ശൂരോ അങ്ങനെയൊക്കെ ഏതൊക്കെ സൈഡിലൂടെ ഒക്കെ അങ്ങനെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സംഭവം അടിപൊളിയാണ്. അതുപോലെ ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യില്ല, പക്ഷേ എനിക്കതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫീല് കിട്ടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഞാൻ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വഴി, ചെറിയൊരു വഴി, അതിലൂടെ ബസ് വരുന്നുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സെറ്റപ്പൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും എനിക്ക് എവിടെയോ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. പിന്നെ ഒരു യൂറോപ്യൻ വൈബ്, ഒരു മിക്സ്ഡ് വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് അജീം? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് സ്ട്രീറ്റ്? Nothing too special? Yeah, first you need to find to eat something. Yeah, the primary goal is to eat something. ആദ്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കണ്ടുപിടിക്കണം. അതാണ്. ഒന്നും കഴിച്ചില്ല. ഞാൻ രാവിലെ കഴിച്ചില്ല. Did you eat something in the morning? ഞാനും കഴിച്ചിട്ടില്ല. ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിപ്പുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ട് പജിയും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ച്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. We'll eat dumpling, right? Whether it is available or not. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഇവിടുത്തെ ഡംപ്ലിംഗ് ഉണ്ട്. ഇവരുടെ മീറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഡംപ്ലിംഗ്, പൊട്ടാറ്റോ വെച്ച ഡംപ്ലിംഗ്. നമ്മളെ നോർമലി റഷ്യൻ ഡംപ്ലിംഗ് എന്ന് പറയുമ്പോൾ മൈദ വെച്ച് കവർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു മോമോസ് പോലത്തെ ഒരു ഐറ്റമാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഡംപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ, ആ മൈദയ്ക്ക് പകരം പൊട്ടാറ്റോ വെച്ച് ആ ഒരു മീറ്റിനെ കവർ ചെയ്യുന്നൊരു ടൈപ്പ് സംഭവമാണ്. എന്തായാലും നോക്കാം, കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ കിട്ടുന്ന കഴിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവാമെന്നുള്ള കാര്യമുള്ളൂ. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ നടന്ന് ഓൾഡ് ടൗണിലെത്തി. ഇവിടെ വലിയൊരു പള്ളിയൊക്കെ നിൽപ്പുണ്ട് സംഭവം. എന്തായാലും നമ്മൾ അകത്തോട്ട് ഒരു ഏകദേശം ഒരു ലാറ്റ്വിയയിലൊരു ഓൾഡ് ടൗണിലൊക്കെ ചെറിയൊരു വൈബ് തരുന്നുണ്ട്. എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ ഓൾഡ് ടൗൺ. പിന്നെ കണ്ടൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്റ്വിയയിൽ ഒന്നും ഇങ്ങനെ ഡിസ്പ്ലേസ് ഒന്നും വെച്ചിട്ടില്ല. പുറത്തേക്കായിട്ട് ഇങ്ങനെയുള്ള കാണുന്ന നമ്മൾ മിസ്റ്റർ ബീനിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഡിസ്പ്ലേക്ക് വെക്കുന്ന അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട് സംഭവം. അത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. ലാറ്റ്വിയയിലൊക്കെ ഒരു ഡാർക്ക് ടോണ്ടാണ്, പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ടോൺ ആയിട്ടുള്ള കളറൊക്കെ ഉണ്ടില്ലേ, ഇങ്ങനെ ബ്രൈറ്റ് ടോൺഡ് ആയിട്ടുള്ള കളറൊക്കെയാണ് സംഭവം കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ക്ലോസ്. ഗൈസ്, നമ്മൾ നടക്കുവാണ്. ഇതാണ് ഓൾഡ് ടൗണ്. കുറച്ചും കൂടി വലിയ ഓൾഡ് ടൗണാണ്. ഇറ്റ്സ് എ ബിഗ് ഓൾഡ് ടൗൺ, റൈറ്റ്? In Latvia it's quite congested, something like that. But over here there is a middle space in there. കണ്ടോ, സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇതെന്തോ സംഭവമാണ്. വിൽനിയസ് റോട്ടസ് എന്തോ കൊടിയൊക്കെ പറത്തിയുള്ള പരിപാടിയുണ്ട്. അത് കണ്ട ഈ സംഭവമാണ്. എന്തോ ഒരു പരിപാടി, ഇവിടുത്തെ വലിയ പരിപാടിയാണ്. എന്തായാലും ആണ് ഇവിടുത്തെ ഓൾഡ് ടൗണിൻ്റെ നടുക്ക് നിന്നുള്ള കുറച്ച് കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞാൻ കണ്ട നിന്ന് കറങ്ങായിരുന്നു. ഓക്കെ, ഇവിടെ എന്താ മിറർ പോലെ പരിപാടി ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നു. വാടുമ്പോൾ ഈ സംഭവം കണ്ടോ? ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ രാജ്യങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പുറത്ത് ഇതിലൊരു സ്ക്രീനായിട്ട് വരുമ്പോൾ സ്ക്രീൻ ഓഫായി പോയി. നമ്മളിവിടെ നിൽക്കുന്നവരെ പോളണ്ടിലുള്ളവർക്ക് കാണാം, പോളണ്ടിൽ നിൽക്കുന്നവരെ നമുക്കിവിടെ കാണാം. ഒരു വീഡിയോ കോളൊക്കെ പോലുള്ളൊരു പരിപാടിയാണ്. ഇതിപ്പോൾ ഓഫായിപ്പോയി. നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഓഫായിപ്പോയി. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളെത്തുമ്പോൾ എല്ലാം നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്തായാലും നോക്കട്ടെ, ഇനി തിരിച്ച് വരുമ്പോൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓണായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇവിടുത്തെ ഒരു പള്ളി കാണാൻ കൊള്ളാം. നോ ഗായ്സ്, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് തോന്നുന്നു. പണി പാളോന്നറിയില്ല, എവിടെ കയറി നിൽക്കുന്നൊരു പിടിയില്ല. നോക്കട്ടെ
എവിടെയെങ്കിലും സേഫായിട്ട് എത്തട്ടെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ വിചാരിക്കുന്നത് സംഭവം. കാരണം ഒരു 2 പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡും എന്താണെന്നുള്ള സംഭവം. ചിലപ്പം ലിത്വാനിയൻ ഒതൻറ്റിക് ഫുഡ് കഴിച്ചെന്ന് വരും, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കും. അങ്ങനെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നത്. മഴ പൊടിയുന്നുണ്ട്, നോക്കട്ടെ എവിടെയെങ്കിലും ഒരു സേഫായിട്ടുള്ളൊരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി ഞെക്കിക്കോ. സോ ബൈ.